ഈശോമിശിഹായിരിക്കട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയുടെ 65-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ 2-ാമത്തെ വാല്യത്തിലെ 5-ാമത്തെ ഭാഗത്തേക്കുമാണ് നമ്മൾ ചിന്താവിഷയമാക്കുന്നത്. ഈ 2-ാമത്തെ വാല്യത്തിൽ പരാമർശിക്കുന്ന 48-ഉം 49-ഉം അധ്യായങ്ങളെക്കുറിച്ചാണ്. അവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാൻ ഈശോയെ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തിയ ഈശോയെ അതേ തീക്ഷ്ണതയോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ പോലെ വിശുദ്ധ യോഹന്നാൻ പത്രോസിനെയും അന്ത്രയോസിനെയും തിടുക്കത്തിൽ പോയി കണ്ടെത്തി അവരോട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ വന്നിരിക്കുന്നു, അവനിലേക്ക് നമുക്കും പോകാം എന്നുള്ള സന്ദേശം അറിയിക്കുവാനാണ്. പക്ഷേ പത്രോസ് വിഘടിച്ച് നിൽക്കുന്ന സ്വഭാവമാണ്. പത്രോസ് പറയുന്നത്, നിങ്ങൾ അക്ഷരജ്ഞാനികളല്ല, നിങ്ങളെയൊക്കെ വഴിതെറ്റിക്കുവാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു വഴിതെറ്റിയതിൻ്റെ പ്രവണത ഇന്നത്തെ കാലത്ത് കൂടുതലുണ്ട്. പക്ഷേ യോഹന്നാന് പേടിയും ദുഃഖവുമെല്ലാം വരികയാണ്. കാരണം കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്നുള്ള ഒരു പേടി, ആകുലത, ഉത്കണ്ഠ. പക്ഷേ യോഹന്നാൻ വിടുന്നില്ല. യോഹന്നാൻ പത്രോസിനോട് വളരെ സ്നേഹത്തോടെ, ഇതൊന്നും കാപട്യമല്ല, ഈശോയ്ക്ക് വേണ്ടത് രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ആത്മാക്കളെയാണ്. നിന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, നീ ആദ്യം പറയുന്ന കുത്തുവാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ, അവൻ പരമാർത്ഥ ഹൃദയനാണ്, സത്യസന്ധനാണ്. അതുകൊണ്ട് സത്യം അറിയുമ്പോൾ അവൻ വരും, അവനെ വിടണ്ട എന്നുള്ളൊരു മനോഭാവം. പത്രോസിനപ്പോൾ വിശ്വാസം വരികയാണ്. കാരണം താൻ പറഞ്ഞത് തന്നെ ഈശോ ദൂരത്തായിരുന്നപ്പോൾ പറഞ്ഞ ഒരനുഭവം. അങ്ങനെ അന്ത്രയോസിനെയും കൂട്ടി അവരടുത്ത ദിവസം തന്നെ ഈശോയെ കാണാൻ പോവുകയാണ്. ഈശോ പറഞ്ഞ വാക്കുകളുമെല്ലാം അവർ വഴിയിൽ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഈ ലോകത്തെ തലമേൽ മറിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ ആ വലിയ സമ്പന്നത, ആ വലിയ ആഡംബരം, ഇതെല്ലാമല്ല, മറ്റൊരു ലോകത്തിലേക്കാണ് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിസ്സാരരായവരെ തലമേൽ വഴിക്കുമ്പോൾ അവർ ഉന്നതരായിട്ട് മാറുന്നു. അങ്ങനെ ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ വലിയ സന്തോഷത്തോടെ ഈശോയെ കാണാൻ പോവുകയാണ്. ഈശോ ആ സമയം ഒരു മലയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണ്. പക്ഷേ യോഹന്നാൻ അവൻ ഈശോയെ കണ്ടെത്തണം. ഈശോയെ അവൻ കണ്ടെത്തി ഈശോയെയും കൊണ്ടുവരികയാണ്. ഈശോയുടെ ഈ സമയത്തുള്ള പ്രവൃത്തികളെല്ലാം അതിസ്വാഭാവികം. ഒരു സാധാരണക്കാരനെ പോലെ കുട്ടികളോടുള്ള പെരുമാറ്റവും സ്ത്രീകളോടുള്ള പെരുമാറ്റവും എല്ലാം വളരെ സ്വാഭാവിക തലത്തിൽ. കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം, അവിടെ നിനക്കിഷ്ടമുള്ള തേനും മറ്റു ഫലങ്ങളുമെല്ലാം സമൃദ്ധമായിട്ട് കിട്ടും. അങ്ങനെ കുട്ടികളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. സ്ത്രീകളോട് നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരല്ല, നിങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളൊരു മനോഭാവം, ഇതെല്ലാമായിട്ടാണ്. അപ്പോൾ ഈശോ പറയുന്നു, പത്രോസിനോടും അന്ത്രയോസിനോടും പ്രാർത്ഥനാലയത്തിലേക്ക് വരുവാൻ പറയുക. അവിടെ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഈശോ അവിടെ ആ പ്രാർത്ഥനാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ ഈശോയ്ക്ക് ആദ്യം കൊടുക്കുന്ന ഐസയായുടെ പുസ്തകം ആണ്. അത്
ഈശോ വായിക്കുന്നു. ഈശോ വായിച്ചിട്ട് പറയുകയാണ്, പെരുമാറ്റവും പ്രവൃത്തിയും മനോഭാവങ്ങളും മാറ്റുക. ഞാനിതാ വരുന്നു, നിങ്ങളുടെ കൂടെ വസിക്കുവാൻ ഞാൻ വരുന്നു. പക്ഷേ ഈ ദേവാലയമല്ല, ഈ കൂടാരമല്ല, നിങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ പരിശുദ്ധമാക്കുക. അവിടെ എന്നെ ക്ഷണിക്കുക. ഞാൻ തീർച്ചയായും അവിടെ വസിക്കും. നിങ്ങളിൽ പലരും ദേവാലയത്തിൽ വലിയ തുക നിക്ഷേപിക്കുന്നു. പക്ഷേ അവർ നിക്ഷേപിക്കുന്നത് അവരുടെ അഹത്തിനുള്ള ഒരു നേർച്ചയായിട്ടാണ്. മറ്റുള്ളവർ കാണണം. അങ്ങനെയുള്ളവർ ദരിദ്രരോട് അനുകമ്പ കാണിക്കുന്നില്ല. ദരിദ്രർ അവരുടെ വാതിൽ മുട്ടുമ്പോൾ പോകാൻ വേണ്ടി പറയുന്നു. പക്ഷെ ദൈവത്തിന് ധാരാളം നിക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പരാതിപ്പെടുന്നു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ധാരാളം പേര് അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി വരുമ്പോഴും നിങ്ങൾ അതിനെയെല്ലാം തട്ടിക്കളയുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ ദൈവം കേൾക്കുന്നു? ഇതാണ് ഈശോ ആദ്യമായിട്ട് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹതയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പറയുന്ന ആദ്യത്തെ പ്രസംഗത്തിൻ്റെ ആ ഭാഗങ്ങളാണ്. അവിടെ ഈശോ പറയുന്നത്, നിങ്ങളുടെ ഹൃദയ ചിന്തകളെ സന്മനസ് കൊണ്ട് നിറയ്ക്കുക, നല്ല മനോഭാവം കൊണ്ട് നിറയ്ക്കുക. കച്ചവടക്കാർ കൊള്ള ലാഭം എടുക്കാതിരിക്കുക. പരദേശിയെ നിങ്ങൾ സ്വീകരിക്കുക. ഒരു നിഷ്കളങ്കൻ്റെ രക്തം ഇവിടെ വീഴാതിരിക്കുക. ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാതിരിക്കുക. നീതിയുടെ പ്രവൃത്തികൾ ചെയ്യുക. ഇതെല്ലാമാണ് ഈശോ അവിടെ പറയുന്നതും. അപ്പോൾ എല്ലാവർക്കും വലിയ ഒരാഗ്രഹം പരിവർത്തനത്തിന് വേണ്ടി ഈശോയിലേക്കുള്ള ഈശോ ഞങ്ങളെ നയിക്കുവാൻ പ്രാപ്തനാണ്. മറ്റുള്ളവരെ പോലെ അല്ല, ഞങ്ങളിൽ ഒരാളായിട്ട് ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിൻ്റെ സ്വർഗരാജ്യ അനുഭവത്തിൻ്റെ അതിലേക്കൊക്കെ നയിക്കുവാൻ, ഞങ്ങളെ കൊണ്ടുപോകുവാൻ പ്രാപ്തനാണ്. ഈശോ പറയുന്നു, നിങ്ങളുടെ ഇന്നലകളെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല, ദൈവം ചിന്തിക്കുന്നില്ല. പരമാർത്ഥ ഹൃദയരായിട്ട് സത്യസന്ധതയിൽ ഇനിയുള്ള ജീവിതത്തിൽ ഒരു പരിവർത്തനം, ആദത്തിൻ്റെയും ഹവ്വായുടെയും തിന്മയിൽ കൂടി, ജന്മപാപത്തിൽ കൂടി നമ്മളിലേക്ക് കുറവുകൾ, ബന്ധനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തീക്ഷ്ണമായിട്ടുള്ളത്, ഗൗരവമായിട്ടുള്ളതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ പിശാചിനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട മേഖലകളാണ്. ഈശോ പറയുന്ന, നിങ്ങൾക്ക് ഞാൻ ഒത്തിരി നിയമങ്ങളും ഒന്നും പറയുന്നില്ല. ഇന്ന് ഒത്തിരി നിയമങ്ങളുടെ പുറകിലാണ് പോകുന്നത്. ഞാൻ ഒരേ ഒരു നിയമം മാത്രം നിങ്ങളോട് പറയുന്നു. ആ നിയമത്തിന് 3 ശാഖകളുമുണ്ട്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, സഹോദരരോടുള്ള സ്നേഹം. ഈ 3 സ്നേഹത്തിൽ ഒന്നാകുക. അപ്പോൾ നമ്മൾ കൂടുതൽ വളരുന്നു. എല്ലാം സ്നേഹത്തിൽ നിന്ന്, അപരിശുദ്ധമായ സ്നേഹത്തിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ ജീവിതയാത്ര സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയായി മാറുന്നു. ഇതൊക്കെയാണ് ഈശോ അവിടെ പ്രത്യാശയുടെ, വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ കൊടുക്കുന്നത്. ആ 10 കൽപ്പനയെ പുതിയ കാഴ്ചപ്പാടിൽ കാണുവാൻ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് ഈശോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പത്രോസിനെ ആദ്യമായി കാണുകയാണ്. പത്രോസിനോട് ഈശോ പറയുന്ന വാക്കിതാണ്, ഈ നിൽക്കുന്ന മനുഷ്യൻ മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന് മാറിയാൽ അവനൊരു പൂർണ്ണനായി മാറും. അതവൻ മാറ്റണം. എന്നിട്ട് ഈശോ ഒരു കാര്യം കൂടി പറയുന്നു, ഇവന് പരമാർത്ഥ ഹൃദയനാണ്,
അതുകൊണ്ട് തെറ്റുപറ്റിയാൽ അത് സ്വീകരിക്കുവാൻ, അത് തിരുത്തുവാൻ അവന് സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് ഈശോ അവിടെ പറഞ്ഞ ആ ഭാഗങ്ങൾ. പത്രോസിനപ്പോൾ ഹൃദയത്തിൽ നിന്ന് വലിയൊരാഗ്രഹം വരികയാണ്. ഞാൻ പ്രതീക്ഷിച്ചവൻ, ലോകം പ്രതീക്ഷിച്ചവൻ, ഇസ്രായേൽ പ്രതീക്ഷിച്ചവൻ ഇവൻ തന്നെയാണ്. ഇവനില്ലാതെ ഇനി എനിക്ക് മറ്റൊരു ജീവിതമില്ല. ഇവനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ ഇസ്രായേലെ നീ രക്ഷകന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു ഈശോയുടെ സന്ദേശം ലോകത്തിലേക്ക് അറിയിക്കുവാൻ, അങ്ങനെ വലിയ പരിവർത്തനത്തിൽ കൂടി മാറ്റം വരുത്തുവാൻ, അതിനൊക്കെയുള്ള സന്ദേശമാണ് ഈശോയും പത്രോസുമായും, അത് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ പ്രവൃത്തികളിൽ കൂടി ഈശോ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. യോഹന്നാന് ഒത്തിരി ഗുണങ്ങളുണ്ട്. പരിശുദ്ധിയുണ്ട്, അനുസരണമുണ്ട്, ദൈവസ്നേഹമുണ്ട്, വിധേയത്വമുണ്ട്. പക്ഷെ ഈശോ എടുത്തു പറയുന്ന മറ്റൊരു ഗുണം, ഈശോ അവിടെ പറയുന്നത് എളിമയെക്കുറിച്ചാണ്. അഹങ്കാരമാണ് എല്ലാ പാപത്തിൻ്റെയും തുടക്കം. എളിമ അതിൻ്റെ മറുവശമാണ്. ആ എളിമയാണ് അവനെ ഈശോയുടെ ഹൃദയത്തിന് യോഗ്യനായി തീർത്തത്. നമുക്കും ഇന്ന് പ്രാർത്ഥിക്കാം, ഈ എളിമയും പത്രോസിനുണ്ടായിരുന്ന ആത്മാർത്ഥതയും എല്ലാം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.